ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തായ തമിഴിൽ കാണുമ്പോൾ ആരും എന്നെ തല്ലാൻ വരരുത്. ഞാൻ പറയണ കാര്യങ്ങളൊന്നും മുഴുവൻ കേൾക്കണമല്ല അവർ. എന്താണ് പെൺകോന്തന്മാർന്ന് ചില ആണുങ്ങളെ വിളിക്കാൻ കാരണം എന്ന് തോന്നിയിട്ടില്ല. ഒരിക്കലും ആ ഒരു പേര് മോശം പേരല്ല എന്ന് ഞാൻ പറയും. കാരണം പെൺകോന്തന്മാർന്ന് മറ്റുള്ള സ്ത്രീകൾ അവരെ വിളിക്കുന്നത് അസൂയ കൊണ്ടാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ ഒരുപാട് സ്നേഹിക്കുകയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെയാണ് അങ്ങനെ പറയുള്ളൂ. അത് കുശുമ്പ് കൊണ്ട്, അസൂയ കൊണ്ട്, എനിക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടുന്നു എന്ന് കാണുമ്പോഴത്തെ ഒരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ വരില്ല, ഒരു ഇത് അങ്ങനെ വരുമ്പോഴാണ് ഇവർ പെൺകോന്തന്മാർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സ്വന്തം അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം തന്നെ മറ്റുള്ള സ്ത്രീകളെയും സ്നേഹിക്കാനായിട്ട് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പറ്റും. അത് ആ അമ്മയുടെ കയ്യിലെ കഴിവാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ഭാര്യയെ അടിക്കാത്ത അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അയാളുടെ അമ്മയാണ് അതിന് കാരണം. ഭാര്യമാരെ സ്നേഹിക്കാതെയും അവരുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കാതെയും അല്ലെങ്കിൽ ഭാര്യമാരെ യൂസ് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ കാരണം അവരുടെ അമ്മമാരാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എനിക്ക് പല രീതിയിലുള്ള പല അനുഭവങ്ങളും എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. കാരണം ചില ആണുങ്ങളുണ്ട്, എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഭാര്യ വിഷമിച്ചാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ കാര്യം മാത്രം എന്ന് ചിന്തിച്ചടക്കുന്ന ആൾക്കാരുണ്ട്. അവർ അവരുടെ വീട്ടിലെ ജീവിച്ചിരുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അവരവരുടെ ഭാര്യമാരോടും കാണിക്കുക. അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അടുത്തിരുന്ന് സംസാരിക്കുക, അതൊക്കെ ചെയ്യാമെന്ന് അടുക്കളയിൽ ഭാര്യ ജോലി ചെയ്യണമെങ്കിൽ ഭാര്യയുടെ അടുത്ത് വന്നിരിക്കുക, ജോലി ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടെങ്കിലും സഹായിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ സ്നേഹത്തോടു കൂടി ടൂ വീലറിന് പോകണമെങ്കിൽ ഇരുന്ന് സംസാരിച്ചൊക്കെ പോവുകയാണെങ്കിൽ പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് പെൺകോന്തന്മാർ എന്ന് വിളിക്കുന്നത്. ആ വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അത് ശരിക്കും ഒരു കിരീടം തന്നെയാണ്. ഇത് മോശപ്പെട്ട കിരീടമല്ല, നല്ല കിരീടമാണ്. നിങ്ങളെ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അസൂയ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഭർത്താവായി കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത വരുന്ന സ്ത്രീകളാണ് അങ്ങനെ വിളിക്കുക. പിന്നെ ചില നമ്മുടെ ബന്ധുബന്ധാദികളുള്ള അമ്മായിമാരും മാമന്മാരൊക്കെ പറയും അവർക്ക് ജലസിയാണ്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമല്ല. അപ്പോൾ എൻ്റെ പെൺകോന്തന്മാർക്ക് എല്ലാവർക്കും എന്താ പറയുക, ഇനിയും നിങ്ങൾ നല്ല പെൺകോന്തന്മാരായിട്ട് ഇരിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭാഗ്യം ചെയ്ത ഭാര്യമാരാണ് നിങ്ങളുടെയൊക്കെ ഭാര്യമാരെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.